ഇന്ന് ഞങ്ങളുള്ളത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലാണ്. കണ്ണൂരിൽ വരുന്ന എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പോകുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ലീവ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രാവശ്യം ഇവിടെ വരുന്നതാണ്. ഇത് അച്ഛൻ്റെ കയ്യിൽ പെങ്ങളുടെ കുട്ടിയാണ് തനിഷ്ക്. അപ്പോൾ നമ്മൾ ഫുള്ള് ഫാമിലി ആയിട്ട് ഇവിടെ പറശ്ശിനിക്കടവ് വന്നിട്ടാണുള്ളത്. ഹായ്. അപ്പോൾ ആൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കോവിഡ് സമയത്ത് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ഥിതിയൊക്കെ എന്താണെന്ന് അറിയില്ല. പക്ഷേ കടകളൊക്കെ എല്ലാം തുറന്നിട്ടുണ്ട് പഴയ പോലെ തന്നെ. പിന്നെ ഇതാ ബാക്കിൽ അമ്മയും അനിയത്തിയും ദർശനയും അവരും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് ഫാമിലി ട്രിപ്പാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ദൂരമാണ് പറശ്ശിനി മടക്കൂരൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ തുറന്ന് കാണുന്നുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷേ പഴയ ഒരു തിരക്കൊന്നും കാണുന്നില്ല. എന്തായാലും കോവിഡ് ആയതുകൊണ്ട് വളരെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും ഉള്ളിൽ. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഇതാണ് അമ്പലത്തേക്ക് കടക്കാനുള്ള മെയിൻ കവാടം. അപ്പോൾ ഇവിടെ തന്നെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ ടൈമിങ്ങും പിന്നെ കോവിഡ് നിർദ്ദേശങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടതെന്ന്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തീർത്ഥം പ്രസാദം അങ്ങനെയുള്ളതൊന്നും കൊടുക്കില്ല. പിന്നെ നമ്മളെന്തായാലും മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തെർമൽ സ്കാനിങ്ങും ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 65 വയസ്സിന് മുകളിലുള്ളവരും പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനെ ഉള്ളിൽ കടത്തിവിടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അനിയത്തെയും കുട്ടിയും അവർ വേറെ വഴിയിലൂടെ, നമ്മളിത് ഉള്ളിൽ കയറി, അവർ ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് അവരെ വേറെ വഴിയിലൂടെ ഉള്ളിൽ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നമ്മൾ ഫ്രണ്ട് ഡോറിലൂടെ എൻ്റർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ മുൻഭാഗത്തേക്ക് പോവുകയാണ്. മുന്നിൽ നമ്മളെ വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തപ്പനെ കാണാൻ വരുന്നവർക്ക് ഉച്ചക്കും രാത്രിയും ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും. അതിനുള്ള ഭക്ഷണശാലയായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ കോവിഡ് കാരണം അതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. പിന്നെ ഇവിടെ ബോട്ട് സർവീസിങ്ങിൻ്റെ ഒക്കെ പാർക്കും ഒക്കെ ഒരു ഇന്നോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ ഓപ്പൺ അല്ല. ഇവിടെ ശരിക്കും കോവിഡ് ആയതുകൊണ്ടാണ് ആൾക്കാർ തീരെയില്ല. നമ്മളിതാ ഊട്ടുപുര നിങ്ങൾക്ക് പുറകിൽ കാണാം, അതും കാലിയാണ്. പിന്നെ ഇതാ ഈ അമ്പലത്തിൻ്റെ ഈ ഫ്രണ്ട് ഡോറിലൂടെയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ ഉള്ളിൽ കയറി മുത്തപ്പനെ കണ്ടിട്ട് പുറത്തേക്ക് വരാം. അപ്പോൾ ഉള്ളിൽ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ ഓൺലൈൻ വഴിപാടിൻ്റെ ഫെസിലിറ്റീസും ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. വഴിപാടൊക്കെ നമുക്ക് ഓൺലൈൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി മുത്തപ്പനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഫ്രണ്ട് ഡോറിലൂടെ കയറി ബാക്ക് ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങണം. പഴയ പോലെ ചുറ്റിയിട്ട് ആ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങാനൊന്നും ഇപ്പോൾ വിടുന്നില്ല. ഇപ്പോൾ ഉത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ് ഇന്ന് മുതൽ. അപ്പോൾ ആൾക്കാർ കുറച്ച് ഉണ്ട് ഇവിടെ. പക്ഷേ അങ്ങനെ അധികം തിരക്കൊന്നും ആവുന്നില്ല. കോവിഡ് കാരണം ആൾക്കാരെ പെട്ടെന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. പിന്നെ പ്രസാദം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം ഇതിൻ്റെ അകത്ത് നിന്ന്. ഓരോ ചെറിയ ചെറിയ പാക്കാക്കിയിട്ടാണ്. മുന്നേ ഇവിടെ എപ്പോൾ വന്നാലും രാത്രി 8 മണി വരെ ഇവിടെ ഈ പയറ് വേവിച്ചതും അതിൻ്റെ കൂടെ തേങ്ങാപ്പൂളിൽ ഇട്ടിട്ടുള്ള ഈ ഒരു പ്രസാദവും അതിൻ്റെ കൂടെ ഒരു ചായയും, അത് ഇവിടുത്തെ സ്പെഷ്യലാണ്. അത് കഴിക്കാതെ ഇവിടുന്ന് പോകുന്നത് വലിയ നഷ്ടമാണ്. ഇപ്രാവശ്യം എന്തായാലും നമുക്കിങ്ങനെ പാക്ഡ് ആയിട്ടാണ് കിട്ടിയത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ചായയും ഇതൊക്കെ കഴിക്കുന്നത് സ്ഥലമാണിത്. അതൊക്കെ കാലിയാണ് ഇപ്പോൾ. എല്ലാം ഈ കൊറോണ കാരണം ഇപ്പോൾ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പാക്ഡ് ആയിട്ടെങ്കിലും ഇത് കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. പറശ്ശിനിക്കടവിലേക്ക് വരിക എന്ന് പറയുന്നത് അതിന് വരാനും പോകാനുള്ള ചിലവ് മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെയുള്ള ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഫ്രീ ആണ്. താമസിച്ച് ഇവിടെ മുത്തപ്പനെ കണ്ട് തൊഴുതിട്ട് അടുത്ത ദിവസം വേണമെങ്കിലും പോകാം. അതിനുള്ള ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് നായ്, അതല്ലെങ്കിൽ പട്ടി. ഇത് മുത്തപ്പൻ്റെ ഇഷ്ട വാഹനമല്ല, ഇഷ്ട മൃഗമാണ് ശരിക്കും നായ്. അതുകൊണ്ട് ഇതിനെ ഇവിടെ ആരും ഒന്നും ഉപദ്രവിക്കുന്നില്ല. ഇവിടെ അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവിടെ തന്നെ അതിനെ സ്വതന്ത്രമായി നടക്കാൻ വിടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ നായികളെ കാണാം. പിന്നെ ഈ വഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ടത്. നേരത്തെ ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് സാനിറ്റൈസൊക്കെ ചെയ്ത് തെർമൽ ചെക്കിങ്ങും പിന്നെ മൊബൈൽ നമ്പർ ഒക്കെ എഴുതിയെടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അങ്ങനെ നമ്മുടെ പറശ്ശിനിക്കടവ് വിസിറ്റ് കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഒരു പ്രാവശ്യം എന്തായാലും വരണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഏകദേശം 1 വർഷത്തിന് മേലെയായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്പോൾ ആൾക്കാരെ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം ഇങ്ങോട്ട്. പിന്നെ ഇവിടെ വരുന്ന വഴിയിൽ ഒക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്. പല സാധനങ്ങൾ വെക്കുന്നത്, കളിപ്പാട്ടങ്ങളും വളകളും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർക്കുള്ള ഉപജീവന മാർഗം ഇവിടെ വരുന്ന ആൾക്കാർ എന്തെങ്കിലും വാങ്ങുന്നതാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കടകൾ കാണാം. നമുക്കിപ്പോൾ എല്ലാം ഓപ്പണാണ്. പിന്നെ ഇവിടുത്തെ പയറ് പോലെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടുത്തെ പൊരി. പറശ്ശിനിക്കടവ് വന്നു കഴിഞ്ഞാൽ പൊരി ഇതുപോലെ പാക്കറ്റിൽ ഇഷ്ടംപോലെ ഉണ്ടാകും. അതും നമുക്ക് വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാം. നല്ല രസമാണ് കഴിക്കാൻ.
നേരത്തെ പറഞ്ഞ പോലെ പറശ്ശിനിക്കടവ് മടപ്പുരയ്ക്ക് ഉള്ളിൽ നമുക്ക് താമസിക്കാനും ഭക്ഷണത്തിനും ഒക്കെ ഫ്രീ ആണ്. അതുപോലെ ഇവിടെ പുറത്ത് താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പേ ചെയ്തിട്ട് താമസിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും അതിനുള്ള ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. വണ്ടി പാർക്കിംഗ് ഒക്കെ ഇവിടെയാണ്. അതിന് മുന്നിൽ തന്നെ നല്ല ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. അവിടെ താമസിച്ച് മുത്തപ്പനെ കണ്ട് തൊഴുതിട്ട് പോകാനുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഹലോ പറ, അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ പോകുന്നത് വളപട്ടണം പുഴ ക്രോസ് ചെയ്ത് മയ്യിൽ വഴിയാണ്. പറശ്ശിനിക്കടവിലേക്ക് നമുക്ക് 2 വഴിയിൽ വരാം. കണ്ണൂർ വന്നിട്ട് വെള്ളിപ്പറമ്പ് പയ്യന്നൂർ റൂട്ടിൽ ധർമ്മശാല വഴി നമുക്ക് പറശ്ശിനിക്കടവിലേക്ക് വരാം. ഇപ്പം നമ്മൾ പോകുന്നത് വേറൊരു വഴിയിലാണ്. പറശ്ശിനിക്കടവ് പാലം കടന്നിട്ട് മയ്യിൽ വഴി അഞ്ചരക്കണ്ടി ചക്കരക്കല്ല് വഴിയാണ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വളപട്ടണം പാലം. താഴെ വളപട്ടണം പുഴ നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ഈ പാലത്തുനിന്ന്. പറശ്ശിനിക്കടവ് മടപ്പുര ഭയങ്കര ഒരു സ്പെഷ്യൽ ലുക്കാണ് ഇവിടുന്ന് ശരിക്കും കാണാൻ. ആ പുഴക്കരയുള്ള ആ ഒരു അമ്പലത്തിൻ്റെ ഫുള്ള് വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ നോക്കണം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരമേശ്വരൻ്റെ ഒരു അവതാരമായിട്ടാണ് കാണുന്നത്. പാവങ്ങൾക്ക് വേണ്ടി അവതരിച്ച പരമശിവൻ്റെ അവതാരം. ഇദ്ദേഹം മലയൻ്റെയും പുലയൻ്റെയും പാവപ്പെട്ട കീഴ്ജാതിക്കാരുടെ കൂടെ ജീവിച്ച് മീനിനെ പിടിച്ച് കള്ളുകുടിച്ച് അങ്ങനെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം ആണ് എന്ന് പറയപ്പെടുന്നു. ദൈവമായിട്ട് അദ്ദേഹത്തെ സങ്കല്പിച്ചതായിരിക്കാം, അങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും. അപ്പോൾ കണ്ണൂർ വരുന്ന എല്ലാവരും എന്തായാലും പറ്റുമെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു ദിവസം താമസിച്ച് പോവുക. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി കൂടുതൽ കണ്ണൂർ വിശേഷങ്ങളും കണ്ണൂർ യാത്രകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.